വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രയേലിൽ വീണ്ടും മിസൈൽ ആക്രമണമെന്ന് റിപ്പോർട്ട്. ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന് ഇസ്രയേൽ, തിരിച്ചടിക്കാൻ നിർദ്ദേശം. ആരോപണം നിഷേധിച്ച് ഇറാൻ. US സൈനിക താവളം ആക്രമിച്ചതിൽ ഇറാൻ സ്ഥാനപതിയെ വിളിച്ചുവരുത്തി ഖത്തർ. ഇറാനിൽ നിന്ന് 18 മലയാളികൾ ഉൾപ്പെടെ 271 പേരടങ്ങുന്ന ഒരു സംഘം കൂടി ഡൽഹിയിൽ തിരിച്ചെത്തി. നിലമ്പൂരിലെ തോൽവി വർഗീയ ശക്തികൾ ഒരുമിച്ചു നിന്നതിന്റെ ഫലമെന്ന് ആവർത്തിച്ച് CPM. സകല നിറത്തിലുള്ള വർഗീയ ഭീകരവാദികൾ ഒരുമിച്ച് ആക്രമിക്കുന്നത് ആഹ്ലാദമെന്ന് M സ്വരാജിന്റെ FB പോസ്റ്റ്. CPM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് നാളെ തുടക്കം. വോട്ടർമാരോട് നന്ദി പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിന്റെ റോഡ് ഷോ. മോദി സ്തുതിയിൽ ശശി തരൂരിനെതിരെ സംസ്ഥാന കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നു. പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയുള്ള തരൂരിന്റെ ലേഖനത്തിൽ നിലപാട് AICC എടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളികളെ സ്തുതിക്കുന്നത് അരോചകമെന്ന് K മുരളീധരൻ. സംസ്ഥാനത്ത് ആഭിചാരവും മന്ത്രവാദവും നിരോധിക്കാൻ നിയമം നിർമ്മിക്കില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. അതൃപ്തി പ്രകടിപ്പിച്ച് കോടതി. 3 ആഴ്ചയ്ക്കകം വിശദമായ സത്യവാങ്മൂലം നൽകണമെന്ന് കോടതി നിർദ്ദേശം. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയ ആശുപത്രി അധികൃതർ. VSനെ സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ.